കിറുക്കൻ ട്രംപിനും ഇസ്രായേലിനും ഭയപ്പാട്. ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവായ ആയത്തുള്ള അലി ഖുമൈനിയുടെ ഒറ്റ പ്രഖ്യാപനത്തിൽ യുദ്ധം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ അത് വ്യാപിപ്പിക്കും. അമേരിക്കൻ താൽപ്പര്യങ്ങളും അമേരിക്കയുടെ സൈനിക താവളങ്ങളും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ആസ്തികളും ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് UAEയിലെ അബുദാബിയിലുള്ള അൽ ദഫ്ര എയർപോർട്ടിലുള്ള അമേരിക്കൻ സൈനിക താവളവും ഏകദേശം 10,000-നടുത്തുള്ള സൈനികരെയും തങ്ങളുടെ ആക്രമണ ലക്ഷ്യങ്ങളിൽ പെട്ടതാണെന്ന് അറിയിച്ചു. അമേരിക്കൻ കമ്പനികൾക്കും ഇസ്രായേലിനും നിക്ഷേപമുള്ള ബുർജ് ഖലീഫ അടക്കമുള്ള കെട്ടിടങ്ങൾ ഇറാൻ്റെ ലക്ഷ്യങ്ങളിൽ പെടും. കൂടാതെ ജബൽ പോലുള്ള വ്യവസായ മേഖലകൾ ഇതെല്ലാം ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അവിടെയെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വലിയ വലിയ കമ്പനികളും സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കൻ സാമ്പത്തിക രംഗം തകരും. ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക ഇപ്പോൾ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. ഒരു കിറുക്കൻ പ്രസിഡൻ്റായതിനാൽ അമേരിക്കയിൽ ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വലിയ വിലക്കയറ്റം നേരിടുന്നു. ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിൽ അമേരിക്കൻ ഉപഭോക്താക്കളാണ് വിലക്കയറ്റം മൂലം വലഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, അമേരിക്കക്കാർക്ക് വൻ നിക്ഷേപമുള്ള പദ്ധതികൾ എന്നിവയെ ആക്രമിക്കുമെന്നും മേഖലാ യുദ്ധമായി മാറ്റുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. പ്രധാനമായും UAEയിലെ അമേരിക്കയുടെ സൈനിക താവളമായ അൽ ദഫ്ര എയർപോർട്ടും അമേരിക്കക്കാർ നടക്കുന്ന സ്റ്റാർ ഹോട്ടലുകൾ, ജബൽ അലി വ്യവസായ മേഖലയിലുള്ള അമേരിക്കക്കാർക്ക് പങ്കുള്ള കമ്പനികളും ഫാക്ടറികളും ഫേസ്ബുക്ക് അടക്കമുള്ള മെറ്റാ സ്ഥാപനങ്ങളും അവരുടെ ഗൺതുമ്പിലാണെന്ന് ഇറാൻ സൈനിക മേധാവികളുടെ മുന്നറിയിപ്പിലുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ UAEയിലെ ദുബൈയിലുള്ള ഇമാർ പ്രോപ്പർട്ടീസിൻ്റെ ബുർജ് ഖലീഫ അടക്കമുള്ള വൻകിട സമുച്ചയങ്ങൾ സുരക്ഷിതമല്ലാതായി മാറും. ഇവിടെയെല്ലാം അമേരിക്കക്കാർക്ക് വൻ നിക്ഷേപങ്ങളാണ് ഉള്ളത്. അമേരിക്കയുടെ അഭിമാനമായ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കണിന് നേരെ വന്ന ഷാഹിദ് ഡ്രോണിനെ തങ്ങൾ വെടിവെച്ചിട്ടതായി അമേരിക്ക അറിയിച്ചു. അമേരിക്കയുടെ ഈ ഒറ്റ അറിയിപ്പ് മൂലം ലോകത്ത് എണ്ണ വ്യാപാരത്തിലുണ്ടായ വിലക്കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങളായി കിറുക്കനും വിടുവായനുമായ ട്രംപിൻ്റെ യുദ്ധവെല്ലുവിളികൾ എണ്ണവിലയെ സ്വാധീനിക്കാതെ പോയിടത്താണ് ഇറാൻ്റെ ഈ ഒറ്റ നീക്കത്തിലൂടെ മാറിമറിഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ആണ് 20% ലോക എണ്ണ വ്യാപാരം നടക്കുന്നത്. ഇറാൻ ഈ പാത അടച്ചാൽ യൂറോപ്യൻ യൂണിയൻ അടക്കം എല്ലാ പാശ്ചാത്യ ശക്തികളും യുദ്ധക്കെടുതി നേരിടേണ്ടതായി വരും. ഹോർമൂസ് കടലിടുക്കിൽ കൂടി എണ്ണയും വഹിച്ചു വരുന്ന അമേരിക്കയുടെ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ്റെ ഡ്രോണുകളും മറ്റും വരുന്നത് കണ്ട് എണ്ണക്കപ്പൽ വേഗത കൂട്ടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. ഒമാനിൽ വെച്ച് ചർച്ചകൾ നടക്കാനിരുന്ന ഈ അവസരത്തിൽ പ്രസ്തുത നടപടി തിരിച്ചടിയായി തീരുവാൻ സാധ്യത. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമാകുവാൻ സാധ്യത. ഇറാൻ ഹോർമൂസിൽ ഇന്ത്യൻ മഹാസമുദ്രമടക്കമുള്ള വിവിധ കടൽ മേഖലകളിലും അമേരിക്കൻ വ്യാപാര കപ്പലുകളെ ആക്രമിക്കുവാൻ സാധ്യത. അങ്ങനെയുണ്ടായാൽ അമേരിക്കൻ സാമ്പത്തിക മേഖല ആകെ ആടിയുലയും. ഒരു പരമാധികാര രാജ്യത്തിന് നേരെയുള്ള ഏത് ആക്രമണത്തെയും നേരിടുവാൻ ഇറാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ഇറാൻ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 പ്രാവശ്യം US പടക്കപ്പലായ അബ്രഹാം ലിങ്കനെ ആക്രമിച്ചതായി അമേരിക്കൻ സേനാവൃത്തങ്ങൾ അറിയിച്ചു. കടലിനടിയിൽ ഇറാൻ കടൽ ഡ്രോണുകളും കപ്പൽവേധ മൈനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും അമേരിക്കൻ കപ്പലുകൾ ഇറാൻ്റെ ഡ്രോണുകളുടെ നിരീക്ഷണത്തിലാണ്. ഒരു യുദ്ധമുണ്ടായാൽ യമനിലെ ഹൂത്തികൾ കടലിൽ കൂടിയുള്ള അമേരിക്കയുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കും. ഹിസ്ബുള്ളയും രംഗത്തിറങ്ങും. ഇറാൻ അമേരിക്കൻ കപ്പൽ വ്യൂഹത്തെ ഒരു കെണിയിൽ പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ്റെ പ്രോക്സികളും കടലിൽ കൂടിയുള്ള ഇറാൻ്റെ ഡ്രോണുകൾ, ആകാശത്തിലൂടെയുള്ള സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് മിസൈലുകൾ, ഡ്രോണുകൾ തുടങ്ങിയ വലിയ കെണിയാണ് അമേരിക്കയ്ക്ക് ഇറാൻ സമ്മാനിക്കുന്നത്. ഒരു കിറുക്കനായ ഭരണാധികാരി അധികാരത്തിൽ വന്നതിൽ പിന്നെ സ്വരാജ്യത്തിലുള്ളവരും മറ്റ് രാജ്യങ്ങളും അനുഭവിക്കുന്ന കെടുതികൾ ചില്ലറയല്ല. ഇസ്രായേലിൻ്റെ എല്ലാ നടപടികൾക്കും പിറകിൽ ഈ തെമ്മാടി രാജ്യവും കിറുക്കനും യുദ്ധപ്രഭുവുമായ ട്രംപാണെന്ന് ഖത്തർ ആക്രമണത്തോടുകൂടി പരസ്യമായി ലോകത്തിന്. വാക്കിംഗ് ഹിസ്റ്ററി 1-2 യൂട്യൂബ് ചാനൽ. നേരിനൊപ്പം ചരിത്രത്തിനൊപ്പം. ദയവായി ലൈക്കും ഷെയറും ചെയ്യുക.